കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി, സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ സെക്രട്ടറി, ഇതുകൂടാതെ അതേ പാർട്ടിയുടെ രാജ്യസഭാ എം പി, ഇവർ മൂന്നുപേരും കൂടി എന്താണ് ചെയ്തത്? പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയുടെ കല്യാണം നടത്തിക്കൊടുത്തു. എന്നിട്ട് അവർ പറയുന്ന ഡയലോഗ് നിങ്ങൾക്ക് കേൾക്കണ്ടേ? കേട്ടു നോക്കൂ. ഇതാണ് കേരളം. അത് നിർഭയം സാധ്യമാകുന്ന ഏക ഇന്ത്യൻ സംസ്ഥാനത്തിന്റെ പേര് കേരളം. യഥാർത്ഥ കേരള സ്റ്റോറി എന്ന് പറയുന്നത് ഈ കല്യാണം. നമുക്ക് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്ക് അഭിമാനിക്കാം. ലോകത്തിന്റെ മുന്നിൽ മുന്നോട്ടേക്ക് പോകുന്ന ഒരു ജീവിതം നയിക്കണമെന്നാണ് മഹാരാഷ്ട്രക്കാരനും അതുപോലെ തന്നെ മധ്യപ്രദേശുകാരിയും. എങ്ങനെയുണ്ട്? എന്തോ വലിയ മഹാകാര്യം ചെയ്ത പോലെ ഇതൊക്കെ റിയൽ കേരള സ്റ്റോറി എന്നൊക്കെ പറഞ്ഞ് ഞെളിഞ്ഞു നിന്ന് പറയുന്ന കേട്ടില്ലേ? ഇവിടുത്തെ ജനങ്ങൾക്ക്, ഇവിടുത്തെ മാതാപിതാക്കൾക്ക്, കുട്ടികൾക്ക് ഇതുകൊണ്ട് എന്ത് മെസ്സേജാണ് നൽകുന്നത്? ഇതിന്റെ സ്ഥിതി ഇപ്പൊ എന്താണ്? ഓൾറെഡി കല്യാണം കഴിച്ചവൻ അകത്താകാൻ പോവാ, കൂട്ടത്തിൽ അവരും പോകേണ്ടി വരില്ലേ? ഇതുകൂടെ കേട്ടു നോക്കൂ. കുംഭമേളയിലൂടെ വൈറലായ പെൺകുട്ടിയുടെ വിവാഹം നടത്തിയ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെ പോലീസിൽ പരാതി. മന്ത്രി V ശിവൻകുട്ടി, A റഹീം എന്നിവർക്കെതിരെയും കേസെടുക്കണമെന്ന ആവശ്യമുണ്ട്. പ്രായപൂർത്തിയാകാത്ത കുട്ടിയാണെന്ന് അറിഞ്ഞിട്ടും വിവാഹം നടത്തി എന്നാണ് പരാതി വരുന്നത്. കണ്ടല്ലോ, ഇലക്ഷനോടനുബന്ധിച്ച് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ദ റിയൽ കേരള സ്റ്റോറി എന്നൊക്കെ പറഞ്ഞ് ആളാകാൻ ശ്രമിച്ചതാണ്. ഇപ്പോൾ അടിവില്ലിൽ വീണ അവസ്ഥയാണ്. എന്തൊക്കെയായാലും, പ്രായപൂർത്തിയായ പെൺകുട്ടിയായാലും അല്ലെങ്കിലും ഇങ്ങനെയുള്ള അവസ്ഥ ഇവരുടെയൊക്കെ കുടുംബങ്ങളിൽ ഉണ്ടായാൽ ഇവരൊക്കെ മുന്നിട്ടിറങ്ങി ഇങ്ങനെ ചെയ്തു കൊടുക്കൂ, അവരുടെ വിവാഹം നടത്തി കൊടുക്കൂ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്.